إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അടിസ്ഥാന അനുഗ്രഹങ്ങളിൽ പ്രത്യേകം വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞ കാര്യമാണ് ഓരോ രാവും പകലും മാറി മാറി നമ്മിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. അല്ലാഹു തന്നെയാണ് രാപ്പകലുകളെ മാറി മാറി വരുന്ന നിലക്ക് സംവിധാനിച്ചവൻ. ആലോചിച്ച് മനസ്സിലാക്കുന്നവർക്കും അങ്ങനെ അവന് നന്ദി കാണിക്കുന്നവർക്കും അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഭൂരിപക്ഷ മനുഷ്യരും ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. സത്യവിശ്വാസികൾ മാത്രമാണ് ബോധവാന്മാർ. അതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും സത്യവിശ്വാസി പറയും, അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹിയ വബിക നമൂത്ത് വഇലൈകൻ നുശൂർ. അല്ലാഹുവേ, നിന്നെക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രഭാതം ലഭിച്ചത്, വൈകുന്നേരം ഞങ്ങൾക്ക് ലഭിച്ചതും അതേപോലെ തന്നെ. നിന്നെക്കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും. നിന്നിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വൈകുന്നേരമായാൽ അല്ലാഹുമ്മ ബിക അംസൈന എന്ന് തുടങ്ങി സത്യവിശ്വാസി ആ പ്രാർത്ഥന നിർവഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ് രാപ്പകലുകളെങ്കിൽ ആ രാപ്പകലുകളിൽ പ്രത്യേകം ഓഫറുകൾ നൽകി സത്യവിശ്വാസികൾക്ക് അവനിലേക്ക് അടുക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ അവൻ സംവിധാനിച്ചിട്ടുണ്ട്. മുൻഗാമികളിൽ സലഫുകളിൽപ്പെട്ട ആളുകൾ പറയുമായിരുന്നു, ഷഹ്റു റജബ് ഷഹ്റു സർഅ്. റജബ് മാസം അത് കൃഷി ചെയ്യുന്ന മാസമാണ്. വ ശഅബാൻ ഷഹ്റു സഖിയ്, ആ ചെയ്ത കൃഷിക്ക് നനച്ചു കൊടുക്കുന്ന മാസമാണ് ശഅബാൻ. വ ഷഹ്റു റമളാൻ ഹസാദു സർഅ്, റമളാൻ ആ കൃഷി കൊയ്തെടുക്കുന്ന മാസമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങൾ നിശ്ചയിച്ച് 4 മാസങ്ങൾ പവിത്രമായി നമുക്ക് പറഞ്ഞു തന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കാണാം, ഇഖ്തസ്സല്ലാഹു അർബഅത അശ്ഹുരിൻ, അല്ലാഹു 4 മാസങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തു. ജഅലഹുന്ന ഹുറുമ, അവയെ പവിത്രമുള്ളതാക്കി മാറ്റി. വഅല്ലമ ഹുറുമാതിഹിന്ന, ആ പവിത്രതക്ക് വലിയ സ്ഥാനവും മഹത്വവും അവൻ കൽപ്പിച്ചു. വജഅല അദ്ദംബ അഅ്ലം,
വജഅലൽ അമല സ്വാലിഹ വൽ അജ്റ അഅ്ലം. പവിത്രമാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങളെ അപേക്ഷിച്ച് വലിയ ഗൗരവമുള്ള കാര്യമാണ്. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളെക്കാൾ പവിത്രമാസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന നന്മകൾക്കും അതിനുള്ള പ്രതിഫലവും മഹത്തമായതാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. പവിത്രമാസങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകം അള്ളാഹുവിൻ്റെ കൽപ്പന, ഫലാ തളിമു ഫീഹിന്ന അംഫുസക്കും, നിങ്ങൾ ഈ പവിത്രമാസങ്ങളിൽ അക്രമികളാകരുത്, അക്രമം ചെയ്യരുത് എന്നാണ്. മറ്റു മാസങ്ങളെക്കാൾ ശ്രദ്ധയും സൂക്ഷ്മതാബോധവും പവിത്രമാസങ്ങളിൽ സത്യവിശ്വാസികൾക്കുണ്ടാകണം എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അർത്ഥം. അതുകൊണ്ട് തന്നെ പവിത്രമാസങ്ങളാണെന്ന് കരുതി പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒന്നും നമുക്ക് നിർവഹിക്കാനില്ല. പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട സൽക്കർമ്മങ്ങളല്ലാതെ അവനവന് തോന്നുന്നത് ചെയ്യാനോ പ്രവർത്തിക്കാനോ പവിത്രമാസങ്ങളിൽ ബാധ്യതയില്ല. നാം റജബിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ജമാദുൽ ഊലയും ജമാദുൽ ആഖിറും കഴിഞ്ഞാണ് റജബിലേക്ക് നാം കടന്നു വന്നത്. ജമാദുൽ ഊലയും ജമാദുൽ ആഖിറും ഈ 2 മാസങ്ങളിൽ നമ്മൾ ആരെങ്കിലും പ്രത്യേകം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടോ? പ്രത്യേക ദിക്റുകളും സ്വലാത്തുകളും നിർവഹിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതേപോലെ റജബിലും പ്രത്യേകമായ നോമ്പില്ല, പ്രത്യേകമായ ദിക്റുകളോ സ്വലാത്തുകളോ നമുക്ക് നിർവഹിക്കാനില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിൽ നിരതമാവാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫമൻ യഅമൽ മിനസ് സ്വാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്റാന ലിസഇഹി വ ഇന്നാ ലഹു കാതിബൂൻ. ആരാണ് ഈമാൻ നേടിയെടുത്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, അവരുടെ പരിശ്രമങ്ങളെ ഒരിക്കലും നാം തള്ളിക്കളയുകയില്ല. ആ കർമ്മങ്ങളൊക്കെ നാം രേഖപ്പെടുത്തുന്നുണ്ട്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ശിർക്ക് ചെയ്യാതിരിക്കട്ടെ എന്ന് അള്ളാഹു കൽപ്പിച്ചു. എന്നാൽ ഈ വചനങ്ങൾ അള്ളാഹു ഇറക്കിയതാണെങ്കിൽ അതേപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വചനം നമുക്ക് പറഞ്ഞു തന്നു. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബഅൻ മൻസൂറ. പരലോകത്ത് അവർ ചെയ്ത കർമ്മങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നു ചെല്ലും. എന്നിട്ട് ഫജഅൽനാഹു ഹബഅൻ മൻസൂറ, ചിന്നിച്ചിതറപ്പെട്ട ധൂളികളെപ്പോലെ അവയെ ആക്കുമെന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആര് ചെയ്താലും അത് തള്ളേണ്ടതാണ് എന്നാണ്. റജബ് മാസത്തിൽ ഒരു പക്ഷേ സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും എന്നാൽ ബിദ്അത്തുകളായി സമൂഹത്തിൽ പലരാലും ആചരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വലിയ സ്ഥാനവും മഹത്വവും കൽപ്പിക്കുന്നത് കാണാൻ കഴിയും. സത്യവിശ്വാസികൾ അതിനെ തൊട്ട് ജാഗ്രതയുള്ളവരാകണം. ഒരു കവിതാ ശകലം കാണാം. അറഫ്തു ശർറ ലാ ലിശ്ശദ്ദി ലാകിൻ ലിതവഖീഹി വമൻ ലാ യഅരിഫു ശർറ ജദീറുൻ അൻ യഖഅ ഫീഹി. ഞാൻ ഷർറിനെ പഠിച്ചു, ഷെറുകളെ ഞാൻ മനസ്സിലാക്കി. എന്തിനാ തിന്മകളെ തൊട്ട്, ഷെറുകളെ തൊട്ട്, ബിദ്അത്തുകളെ ഞാൻ മനസ്സിലാക്കിയത്? ലാ ലിശ്ശദ്ദി, ആ ഷെറുകൾ ചെയ്യാനല്ല, ലാകിൻ ലിതവഖീഹി, ആ ഷെറുകളെ സൂക്ഷിക്കാനാണ്, അതിനെ തൊട്ട് ജാഗ്രതയോടെ കാണാനാണ് ആ ഷെറുകളെ ഞാൻ പഠിച്ചത്. വമൻ ലാ യഅരിഫു ശർറ ജദീറുൻ അൻ യഖഅ ഫീഹി, ഷെറുകളെ അറിയാത്തവൻ ആ ഷെറുകളിൽ ചെന്ന് ചാടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തുകൾക്ക് വിരുദ്ധമായ ബിദ്അത്തുകൾ ഏതൊക്കെയാണ് എന്ന് നാം തിരിച്ചറിയണം. എന്തിന്? ആ ബിദ്അത്തുകളിൽ നമ്മൾ ഒരിക്കലും വീഴാതിരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്ര മാസങ്ങൾ നമുക്ക് നൽകിയത് നമുക്കുള്ള ഓഫറുകളാണ്.
വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, വൽയൻളുർ അഹദുക്കും മാ ഖദ്ദമ ലിയൗമിൽ ഖിയാമത്തി മിനൽ അഅ്മാൽ. സൽക്കർമ്മങ്ങളായി നാളെ പരലോകത്തേക്ക് എന്തൊരുക്കി വെച്ചു എന്ന് ചിന്തിക്കട്ടെ. അമിനസ്സാലിഹാത്തി അല്ലതി തുൻസി അമിനസ്സയ്യിആത്തി അല്ലതി തൂബിഖുഹു. പരലോകത്ത് തന്നെ രക്ഷപ്പെടുത്തുന്ന സൽക്കർമ്മങ്ങളാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ല, എന്നെ നരകത്തിൽ ഇട്ട് നശിപ്പിക്കുന്ന തിന്മകളാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിൻ്റെ സാമീപ്യവും അവൻ്റെ തൃപ്തിയും നേടാൻ ചില മാസങ്ങൾ, ചില ദിവസങ്ങൾ അള്ളാഹ് പവിത്രമാക്കുകയും ആ ദിവസങ്ങളിൽ അവൻ പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാണിച്ചു തന്ന സൽക്കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തി സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ അത് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഹദീസ്, അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിറജുലിൻ വഹുവ യഇലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും, അത് വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ നേടിയെടുക്കണം. യഗ്തനമ എന്ന വാക്കിന് ചൂഷണം ചെയ്യുക എന്നാണ്. അതെനിക്ക് കിട്ടാൻ, അതെനിക്ക് നേടാൻ, സ്വാർത്ഥമായി ചിന്തിച്ച് അതെനിക്ക് കിട്ടണം എന്ന് ചിന്തിക്കുക. അതിനാണ് യഗ്തനമ എന്ന ഭാഷയിൽ പ്രയോഗിക്കുക. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ശബാബക ഖബ്ല ഹറമിക്. നീ വാർദ്ധക്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവശതയുടെയും ദുർബലതയുടെയും കാലഘട്ടം. അതിനു മുമ്പ് നല്ല ആരോഗ്യകാലം നിന്നിലുണ്ട്, ശ്രദ്ധിച്ചോ. വസിഹതക ഖബ്ല സഖമിക്. ഒരുപക്ഷെ അടുത്ത നിമിഷം മാരക രോഗം നിർണയിക്കപ്പെടാം, പിന്നെ രക്ഷയില്ല, ചികിത്സകളൊക്കെ ചെയ്തു രക്ഷയില്ല എന്ന ഘട്ടത്തിലെത്താം. ആ രോഗകാലം വരുന്നതിന് മുമ്പ് ആരോഗ്യകാലം ശ്രദ്ധിച്ചോ. വഗിനാക ഖബ്ല ഫഖരിക്. ഇന്ന് ധന്യതയിലാണ്, കയ്യിൽ പണമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാമുണ്ട്. ഇതൊക്കെ വിട്ട് ഒരു പക്ഷേ പട്ടിണിക്കാരനായി മാറിയേക്കാം. അതുകൊണ്ട് പട്ടിണിയും ദാരിദ്ര്യവും വരുന്നതിന് മുമ്പ് നിന്റെ ഗിന, ആ ധന്യതയുടെ കാലം ശ്രദ്ധിച്ചോ. വഫറാഗക ഖബ്ല ശുഗ്ലിക്. എന്തെങ്കിലും പ്രവൃത്തിയിൽ മുഴുകി സമയമില്ല എന്ന് ഓടുന്നതിന് മുമ്പ് കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചോ. വഹയാതക ഖബ്ല മൗതിക്. തൊട്ടും അടുത്ത് മരണമുണ്ട്. മലക്കുകൾ കൂട്ടം കൂട്ടമായി നിന്റെ ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾ വരും. നിന്നു കൊടുക്കുകയല്ലാതെ രക്ഷയില്ല. ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് ജീവിതം അള്ളാഹ് തന്നതാണ്, ഉപയോഗപ്പെടുത്തിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു പറഞ്ഞു കൊടുത്തത്. ഇത് നമ്മളും ജീവിതത്തിൽ ഏത് സമയവും ശ്രദ്ധിക്കേണ്ട വചനമാണ്. മറ്റൊരു ഹദീസിൽ കാണും, ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും. നിങ്ങൾ കാലം മുഴുവൻ നന്മകളിലായി വർത്തിക്കുക. എവിടെ നന്മ ചെയ്യാൻ, ഒരു വാക്ക് കൊണ്ട്, ഒരു പ്രവർത്തനം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു പെരുമാറ്റം കൊണ്ട്, ഒരു ബന്ധം കൊണ്ട്, ഒരു തുട്ട് പണം കൊണ്ട് നന്മ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയോ? മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തുന്നതിന് പകരം നന്മകൾ ചെയ്ത് ജീവിക്കുക. കാലം മുഴുവൻ നിങ്ങൾ അതിനൊരുങ്ങുക. വതഅറളൂ ലിനഫഹാത്തി റഹ്മത്തില്ലാ. ആ കാലങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ അള്ളാഹിൻ്റെ റഹ്മത്തുകളുടെ ഓഫറുകളുടെ കാലമാണ്. അതിന് നിങ്ങൾ വിധേയമാകുക. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്ന തൻ്റെ ദാസന്മാർക്ക് മാത്രമാണ് ആ ഓഫറുകൾ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നൽകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനായി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. മുസ്ലിം ഉമ്മത്ത് എല്ലാ മേഖലയിലും അച്ചടക്കം കുറഞ്ഞ, ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ പാടെ വലിച്ചെറിഞ്ഞ് ജീവിക്കുന്ന, ആണും പെണ്ണും ഒരുപോലെ, ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ സ്ത്രീ സമൂഹം ലജ്ജകെട്ടവരായി മാറി തെരുവുകളിൽ അഴിഞ്ഞാടുന്ന അവസ്ഥ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലതിൻ്റെ പേരിലും മുസ്ലിം സ്ത്രീകൾ, പ്രായമായ സ്ത്രീകൾ ഒരു ലജ്ജയുമില്ലാതെ റോഡ് വക്കുകളിൽ അഴിഞ്ഞാടുന്ന രംഗം
ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ, എല്ലാ മൂല്യങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെയും മൂല്യങ്ങളെയും നമ്മളാൽ കഴിയുന്ന നിലക്ക് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അവിടെ ഹൃദയങ്ങളെ സത്യത്തിലേക്കൊന്ന് ചായ്ച്ചു വെക്കാൻ, അള്ളാഹ് അവതരിപ്പിച്ച അവൻ്റെ പ്രമാണത്തിലേക്ക് ഒന്ന് ചായ്ച്ചു വെക്കാൻ, ഹൃദയങ്ങളെ ഒന്ന് മയപ്പെടുത്താൻ, ഹൃദയങ്ങളിലേക്ക് ഭക്തിയെ കൊണ്ടുവരാൻ സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബൽ. മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ആളുകളെപ്പോലെ അവരാകാതിരിക്കാൻ. ഫതോല അലൈഹിമുൽ അമദ്. കാലം കുറേ ആയപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ. അങ്ങനെ അവരൊക്കെ തമ്മാടികളും തോന്നിവാസികളുമായി മാറി എന്ന് അള്ളാഹ് കൽപ്പിച്ചെങ്കിൽ ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് ഇത്തരം പുണ്യമാസങ്ങളിൽ, ഇനി റജബ് കഴിഞ്ഞാൽ ഷഅബാനാണ്, ഷഅബാൻ കഴിഞ്ഞാൽ റമളാനാണ്, റമളാൻ കഴിഞ്ഞാൽ ഹജ്ജ് മാസങ്ങളാണ്, പവിത്രമായ ദിനരാത്രങ്ങൾ മാത്രമാണ് നമ്മിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ദിനരാത്രങ്ങളാണ്. അള്ളാഹുലേക്ക് നമ്മൾ ഓടി ചെല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. പവിത്ര മാസങ്ങളിലും ദിനരാത്രങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കൽപ്പിച്ച ഒരു കാര്യമാണ് സലുല്ലാഹ അൻ യസ്തുറ ഔറാതികും വഅൻ യുഅമ്മന റൗആതികും. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, നിങ്ങളിൽ സംഭവിച്ച അബദ്ധങ്ങൾ, പാപങ്ങൾ, അത് അള്ളാഹു മറച്ചു വെക്കാൻ, അവൻ മാപ്പാക്കി തരാൻ അള്ളാഹുവിനോട് പ്രത്യേകം ഈ പുണ്യരാവുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. വഅൻ യുഅമ്മന റൗആതികും. നിങ്ങൾക്കുണ്ടാകുന്ന ഭയപ്പാടുകളിൽ നിന്ന് പൂർണ്ണ നിർഭയരാകാനും അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. പ്രാർത്ഥനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണ്. ദുആ, പ്രാർത്ഥന എന്നത് ഇബാദത്താണ്. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. വൻ പാപങ്ങൾ വരെ മനുഷ്യ ജീവിതത്തിൽ വരാം. ബോധപൂർവം വൻ പാപങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അഥവാ വൻ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടോ, പ്രാർത്ഥന കൊണ്ട് ആ പാപങ്ങളെ മായ്ച്ചു കളയാം. ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് ആ പ്രാർത്ഥനയെ മായ്ച്ചു കളയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല. അൽ ഹയ്യൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമാണവൻ. വ അതൂബു ഇലൈഹി, ഞാൻ അവനിലേക്കിതാ ഖേദിച്ചു മടങ്ങുന്നു. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാടെ അകന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് ഇനി ആ തെറ്റുകുറ്റങ്ങളിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇങ്ങനെ ഒരാൾ പ്രഖ്യാപിച്ചാൽ ഊഫിറ ലഹു, അവൻ്റെ ആ പാപം അള്ളാഹ് പുറത്തു കൊടുക്കും. വ ഇൻ കാന ഫർറ മിനസ് സഹഫ്, അവനൊരു യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും എന്നാണ്. വൻ പാപങ്ങളിൽ നിന്ന് ചെയ്തവനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പുറത്തു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനകളിലൂടെ, ദിക്റുകളിലൂടെ, ഇസ്തിഗ്ഫാറുകളിലൂടെ അള്ളാഹുവിലേക്ക് കിട്ടിയ സമയങ്ങളിൽ കൂടുതൽ അടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ റമളാനാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ റമളാനിൽ നോമ്പ് അനിവാര്യമായ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടവരുണ്ടാകാം. എത്രയും വേഗം ഇനിയുള്ള പകലുകളിൽ ആ നോമ്പിനെ നോറ്റുപൂട്ടാനും, വാർദ്ധക്യ സഹജമായ പ്രയാസം അനുഭവിക്കുന്നവരോ സ്ഥിരമായി മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവരോ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു നോമ്പിന് ബദലായി ത്വആമു മിസ്കീൻ, ഒരു സാധുവിൻ്റെ ഒരു നേരത്തെ ഭക്ഷണം നൽകി ആ ഖള, അള്ളാഹുവിനോടുള്ള ബാധ്യത വീട്ടണം. അതിന് ശ്രദ്ധിക്കണം.
എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നോറ്റ് വീട്ടേണ്ടവർ ഇനിയും വൈകിപ്പിക്കാതെ എത്രയും വേഗം നോറ്റ് വീട്ടാനും ശ്രദ്ധിക്കുക. അള്ളാഹു അവൻ്റെ തൃപ്തി നേടി തന്നെ ജീവിക്കുന്ന, ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ, മൂല്യങ്ങളെ ജീവിതത്തിൽ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹുമ്മ ഇഹ്ഫദ്നാ വഅൻത ഖൈറുൻ ഹാഫിള, അല്ലാഹുമ്മ ഇർഹംനാ വഅൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ, അല്ലാഹുമ്മ അൻസുർനാ വഅൻത ഖൈറുൻ നാസിരീൻ. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.